സോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബബിലിറ്റിയുടെ ആദ്യത്തെ ഭാഗമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞ്, അതായത് പ്രോബബിലിറ്റി എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് ഔട്ട്കം, സാമ്പിൾ സ്പേസ് എന്താണ്, അതേപോലെ ഈവൻറ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഈവൻ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം പ്രോബബിലിറ്റി, സാധ്യത. ഞാൻ പറഞ്ഞല്ലോ, എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒരു സാധ്യത നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ആ പ്രോബബിലിറ്റി, സാധ്യത എങ്ങനെ മെഷർ ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമായിട്ട് സ്പെസിഫിക് ഔട്ട്കം ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ഔട്ട്കമ്മുകൾ, ഒരു ട്രയലിൽ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. എല്ലാ ഔട്ട്കമ്മുകളും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആയി. സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈവൻ്റ് എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. അതിലെല്ലാം കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി എന്താണെന്നുള്ള, ഒരു ഈവൻ്റ് സംഭവിക്കാൻ വേണ്ട പ്രോബബിലിറ്റി എന്താണ്, മഴ പെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പോൾ ഒരു ഈവൻ്റ് സംഭവിക്കണമെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഇത് മുഴുവൻ എനിക്ക് ഫലപ്രദമായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈവ് ക്ലാസ്സിൽ മാത്രമേ ഒരുപാട് എക്സാമ്പിളുകളൊക്കെ വെച്ചിട്ട് അത് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ പരിമിതികളിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും മറ്റ് ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷം മാത്രം മനസ്സിലാക്കുക. എക്സാമിൻ്റെ മുന്നോടിയായിട്ട്, എക്സാം വരുന്നതിന് മുന്നോടിയായിട്ട് ടെക്സ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളും, എക്സാമ്പിളുകളും പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറേ ഇല്ലസ്ട്രേഷൻസ് ടെക്സ്റ്റിലുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഒരു ഗൈഡ് ലൈൻ, ഫ്രെയിം വർക്ക് മാത്രമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്താ എന്നുള്ളത് പറയുന്നുണ്ട്. പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടല്ല മൂന്ന് തരത്തിലുള്ള പ്രോബബിലിറ്റി നമ്മുടെ ടെക്സ്റ്റിൽ ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി എന്താണ്, എംപിരിക്കൽ പ്രോബബിലിറ്റി എന്താണ്, ഒന്നുകൂടിയുണ്ട് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി നമ്മൾ അത്ര സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നില്ല. ഈ രണ്ട് പ്രോബബിലിറ്റികളാണ് കൂടുതൽ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും സെയിം തന്നെ ആയിരിക്കുമല്ലോ. വലിയ സ്റ്റഡീസൊക്കെ വരുമ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്, വേറെ കണ്ടുപിടിക്കുകയൊന്നുമില്ല. പക്ഷേ ഒരു തരംതിരിവ് എന്നുള്ള നിലയ്ക്ക് പ്രോബബിലിറ്റിയുടെ രണ്ട് ടൈപ്പ് പ്രോബബിലിറ്റീസ് ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തിയററ്റിക്കൽ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇഫ് ഈച്ച് ഔട്ട്കം ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് ഈക്വലി ലൈക്ലി ടു ഒക്കർ, then the theoretical probability of an event E, theoretical probability event ആണ്, ഞാനത് പ്രത്യേകം എഴുതിയിട്ടില്ല. theoretical probability അല്ലെങ്കിൽ classical probability of the event E equal to P of E എന്നാണ് നോട്ടേഷൻ. P of E equal to number of outcomes of E divided by total number of outcomes. സിമ്പിൾ ആയിട്ടുള്ള തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡെഫിനിഷൻ ഇതാണ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുകയാണ്, ടോസിങ് എ കോയിൻ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ രണ്ട് ഔട്ട്കംസ് ആണുള്ളത്. ഹെഡ് ഒറ്റ പ്രാവശ്യം ഇടുന്നത്, ഒരു ഹെഡോ ടെയിലോ വരാം. രണ്ടിൻ്റെയും സാധ്യത തുല്യമാണ്. ഹെഡ് വരാനുള്ള സാധ്യതയും അൺബയാസ്ഡ് കോയിൻ ആയിരിക്കും സാധാരണ നിലയ്ക്ക് നമ്മൾ എടുക്കുക. അതായത് ഏതെങ്കിലും ഒരു ഭാഗം കട്ടി കൂടിയിട്ടുള്ള കോയിനോ ഒന്നുമില്ല, അൺബയാസ്ഡ് കോയിൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹെഡ് വരാനുള്ള സാധ്യതയും ടെയിൽ വരാനുള്ള സാധ്യതയും ഈക്വൽ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഈച്ച് ഔട്ട്കം ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് ഈക്വലി ലൈക്ലി ടു ഒക്കർ, ദെൻ ടെക്നിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി ഓർ ക്ലാസിക്കൽ പ്രോബബിലിറ്റി P of E equal to number of outcomes of E divided by total number of outcomes. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ E എന്ന് പറയുന്നത് ഹെഡ് കിട്ടുകയാണ് എന്ന് വിചാരിക്കുക. E എന്ന് പറയുന്ന ഈവൻ്റ് ഹെഡ് കിട്ടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈയുടെ പ്രോബബിലിറ്റി എന്താണ്? നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് E. അപ്പോൾ ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യാണ്. എത്ര ഔട്ട്കംസാണ് ഉള്ളത്? ഹെഡോ ടെയിലോ. അപ്പോൾ E എന്ന് പറയുന്നത് ഹെഡ് കിട്ടുക എന്നുള്ള ഈവൻ്റ് ആണെങ്കിൽ അത് എത്ര ഔട്ട്കംസാണ് ഉള്ളത്? ഒരേ ഒരു ഔട്ട്കമേ ഉള്ളൂ. ഹെഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്കമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഹെഡോ ടെയിലോ രണ്ട് ഔട്ട്കംസ് ഉണ്ട്, ശരിക്കും രണ്ട് ഔട്ട്കംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈവൻ്റ് എന്താണ്? ഹെഡ് കിട്ടുക എന്നുള്ളതാണ് ഈവൻ്റ്. അപ്പോൾ E എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ ഔട്ട്കം എത്രയാ? ഒറ്റ ഔട്ട്കമേ ഉള്ളൂ, ഹെഡ് എന്ന് പറയുന്ന ഔട്ട്കം മാത്രമേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? ഹെഡും ടെയിലും രണ്ട് ഔട്ട്കംസ് വരുന്നുണ്ട്, 2 ആണ്. അപ്പോൾ ആ ടോസിങ് എ കോയിൻ ആൻഡ് ഗെറ്റിംഗ് എ ഹെഡിൻ്റെ പ്രോബബിലിറ്റി 1/2 ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ തിയറിറ്റിക്കൽ പ്രോബബിലിറ്റി 1/2, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്
when one coin is tossed അല്ലെങ്കിൽ coin is tossed once എന്ന് പറയുമ്പോൾ 1 divided by 2 ആണ്. അതാ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ അതാണ് നമ്മുടെ തിയറിറ്റിക്കൽ പ്രോബിലിറ്റി. ഇനി എംപിരിക്കൽ പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഈവൻറ്റ് ഇ. ഫ്രീക്വൻസി ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ബൈ എൻ, അതായത് ഫ്രീക്വൻസി ഓഫ് ദ ഈവൻറ്റ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഈവൻറ്റ് ഇ, ദാറ്റ് ഈസ് പി ഓഫ് ഇ ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. രണ്ട് എക്സാമ്പിൾ അത് ക്ലിയർ ആവും. ഇത് രണ്ടും മിക്ക സിറ്റുവേഷൻസും നമ്മൾ വേറെ വ്യത്യസ്തമായിട്ട് പറയുന്നില്ല. പഠിക്കുമ്പോൾ അത് രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ പ്രോബിലിറ്റി അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പ്രോബിലിറ്റി, എംപിരിക്കൽ പ്രോബിലിറ്റി ഒന്നും വേറെ പറയാറില്ല. അത് അടുത്ത ലോ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, രണ്ട് ഡെഫിനിഷൻസ് ആണ് അത്രേ ഉള്ളൂ തിയറിറ്റിക്കൽ പ്രോബിലിറ്റിയുടെയും എംപിരിക്കൽ പ്രോബിലിറ്റിയുടെയും. തിയറിറ്റിക്കൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ഇ, ഹെഡിൻ്റെ ടെയിലിൻ്റെ കേസ് പറഞ്ഞ പോലെ, ടോസിംഗ് എ കോയിൻ പറഞ്ഞ പോലെ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. എംപിരിക്കൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ഈവൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. രണ്ടും സെയിം തന്നെയായിരിക്കും മിക്ക സിറ്റുവേഷൻസിലും. അപ്പോൾ അതാണ് അടുത്ത law of large number കൊണ്ട് ഉദ്ദേശിക്കുന്നത്. law of large number, when an experiment is repeated large number of times or infinite number of times, the empirical probability approaches theoretical probability. മിക്ക സിറ്റുവേഷൻസിലും ഇതായിരിക്കും നമ്മുടെ ഇതായിരിക്കും നമുക്ക് വരിക. കാരണം ഫ്രീക്വൻസി എടുക്കുമ്പോൾ, പോപ്പുലേഷൻ ഡാറ്റ ഒക്കെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ തിയറിറ്റിക്കൽ പ്രോബിലിറ്റി എംപിരിക്കൽ പ്രോബിലിറ്റിയും വേറെ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും പ്രോബിലിറ്റിയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വലിയ ഡാറ്റ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ചെറിയൊരു ഡാറ്റ വെച്ചിട്ട് അപ്രോക്സിമേഷൻ ശരിയാവില്ല. അപ്പോൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം വീണ്ടും ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ തിയറിറ്റിക്കൽ പ്രോബിലിറ്റിയും എംപിരിക്കൽ പ്രോബിലിറ്റിയും തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എംപിരിക്കൽ പ്രോബിലിറ്റി അപ്രോച്ചസ് തിയറിറ്റിക്കൽ പ്രോബിലിറ്റിയാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പോൾ എംപിരിക്കൽ പ്രോബിലിറ്റി തിയറിറ്റിക്കൽ പ്രോബിലിറ്റി രണ്ടും സെയിം തന്നെയായിരിക്കും എപ്പോൾ വെൻ ദ എക്സ്പെരിമെൻറ്റ് ഇസ് റിപ്പീറ്റഡ് ലാർജ് നമ്പർ ഓഫ് ടൈംസ്. അതായത് കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തു, 2 പ്രാവശ്യം, അങ്ങനെ ഒരുപാട് പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇത് രണ്ടും വേറെ ആ ഓരോ ടോസിലും ഇത് കണ്ടുപിടിക്കുമ്പോൾ ഫൈനലി ഇത് രണ്ടും സെയിം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനിഷൻ അറിയാൻ വേണ്ടി മാത്രം തിയറിറ്റിക്കൽ പ്രോബിലിറ്റി എന്താണെന്നും എംപിരിക്കൽ പ്രോബിലിറ്റി എന്താണെന്നുള്ളതും പഠിച്ചാൽ മതി. സാധാരണ നിലയ്ക്ക് ഇതങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ഒരു പക്ഷേ ചോദിക്കാം, സ്റ്റേറ്റ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് ഈ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പ്രോബ്ലങ്ങൾ വരുമ്പോൾ കുറച്ച് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എന്താ 2-3 പ്രോബ്ലത്തിലൂടെ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് റോളിംഗ് എ ഡൈ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഈവൻസ് എ ബി സി വെയർ എ 3 ഈവൻറ്റുകളാണ്. നമ്മളൊരു ഡൈ ത്രോ ചെയ്യാണ്, 3 ഈവൻറ്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രോബിലിറ്റി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞാൽ റോളിംഗ് 3, ഒരു ഡൈ 6 ഫേസസ് ആണ് അതിനുണ്ടാവുക. 1, 2, 3 മുതൽ 6 വരെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്ന ഈവൻ്റ് റോളിംഗ് എ 3, ബി എന്ന് പറയുന്നത് റോളിംഗ് 7, സി എന്ന് പറയുന്ന ഈവൻ്റ് റോൾ എ നമ്പർ ലെസ് ദാൻ 6. അതാണ് നമ്മുടെ സി എന്ന് പറയുന്ന ഈവൻ്റ്. അവിടെ സി എന്ന് എഴുതിയിട്ടില്ല, ദാറ്റ് ഈസ് സി എന്ന് പറയുന്ന ഈവൻ്റ് റോൾ എ നമ്പർ ലെസ് ദാൻ 6. അതാണ് നമ്മുടെ 3ാമത്തെ ഈവൻ്റ്. അപ്പോൾ ഓരോ ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ചെയ്ത് വരുമ്പോൾ അറിയാം ഏത് പ്രോബബിലിറ്റിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ ഈവൻ്റ് ഗെറ്റിംഗ് എ 3 ആണ്, റോളിംഗ് എ 3 ആണ്. ഒരു ഡൈ ഇടുമ്പോൾ 3 കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 3. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3, നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? 3 കിട്ടുക എന്ന് പറയുന്ന ഈവൻറ്റിന് എത്ര ഔട്ട്കംസ് ഉണ്ട്? 3 കിട്ടുക എന്നുള്ള ഒരൊറ്റ ഔട്ട്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട് അതിൽ? 1 ആവാം, 2 ആവാം, 3 ആവാം, 6 ഔട്ട്കംസ് ആണ് അതിനുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 3, പ്രോബബിലിറ്റി ഓഫ് എ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3. നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് കറസ്പോണ്ടിങ് ടു ഈ എത്ര ഔട്ട്കമാണ്? 3 കിട്ടുക എന്ന് പറയുന്നത് മാത്രമേ ഔട്ട്കം ഉള്ളൂ. അതാണ് നമ്മുടെ സക്സസ്ഫുൾ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പം എത്ര ഔട്ട്കമാണ്? ഒരു ഔട്ട്കമാണുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? 6 എണ്ണത്തിൽ ഏതെങ്കിലും 6 ഔട്ട്കംസ് ആണ്. 1 മുതൽ 6 വരെ ഏതും കിട്ടാം. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ 6 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഈസ് 1/6. 1/6 പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3. നമുക്ക്
ഒറ്റ ഔട്ട്കമേ 3 കിട്ടുക എന്നുള്ള ഒറ്റ ഔട്ട്കമേ ഉള്ളൂ. അപ്പോൾ 1/6 ആണ്. Now ബി എന്ന് പറയുന്നത് റോളിംഗ് 7 ആണ്. ഒരു ഡൈ ഇടുമ്പോൾ 7 വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? റോളിംഗ് പി ഓഫ് ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7. ഒരു ഡൈയിൽ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കിട്ടുമോ? നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 7 എന്ന് പറയുന്ന സംഖ്യ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കംസ് അവിടെ എത്രയാണ് വരുന്നത്? 0 ആണ് ഔട്ട്കം. 7 കിട്ടില്ല. റോളിംഗ് 7 എന്ന് പറഞ്ഞാൽ 7 കിട്ടുകയില്ല, അങ്ങനത്തെ ഒരു ഔട്ട്കം ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് 7 ഈസ് 0 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 6 തന്നെയാണ് വ്യത്യാസമില്ല. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 ഔട്ട്കംസ് ആണുള്ളത്. ഡിവൈഡഡ് ബൈ 6, 0/6, ദാറ്റ് ഈസ് സി 0. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 ഈക്വൽ ടു 0. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഈസ് 1/6. ഇനി ഒരു ഇതും കൂടിയുണ്ട്. റോൾ എ നമ്പർ ലെസ് ദാൻ 6. 6ൽ കുറവ് ഒരു നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 6ൽ കുറവ് നമ്പർ വരണം. 6ൽ കുറവ് ഒരു നമ്പർ വരിക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. 6ൽ കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഓർ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഓർ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 or probability of getting 4 or probability of getting 5. അതായത് അതിൻ്റെ ആൻസർ എന്താ വരിക? probability of getting 1 or അല്ലേ? അപ്പോൾ ആഡ് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിലാണ്, ആൻഡ് അല്ല. അപ്പോൾ ഓർ ആയതുകൊണ്ട് probability of 1 getting 1 plus probability of getting 2 plus probability of getting 3 plus probability of getting 4 plus probability of getting 5. probability of getting 1 ഇത് പ്രകാരം എന്താ? 1/6 ആണ് വരിക. 3 ആണെങ്കിലും 1/6 ആണ്. probability of getting 1 എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് 1/6 തന്നെയാണ് വരിക. അപ്പോൾ 1/6 plus 1/6 plus 1/6 plus 1/6 plus 1/6, that is 5/6. അപ്പോൾ probability of getting a number less than 6 എന്ന് പറയുന്നത് 5/6 ആണ്. ഏതൊക്കെ നമ്പറുകൾ വരാം? 1, 2, 3, 4, 5, 5 നമ്പറുകൾ വരാം. അപ്പോൾ ഓർ ആയതുകൊണ്ട് 1/6 plus 1 വരാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. അല്ലെങ്കിൽ 2 വരാനുള്ള പ്രോബിലിറ്റി അഗെയിൻ 1/6 ആണ്. അപ്പോൾ 1/6 plus 1/6 plus 3 വരാനുള്ളത് 1/6, 1/6 plus 1/6 plus 1, 5 പ്രാവശ്യം വരും. അങ്ങനെ 5/6 ആണ് ഇതിൻ്റെ ഈ മൂന്നാമത്തെ പി ഓഫ് സി എന്ന് പറയുന്ന റോൾ എ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിളാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. വലിയ വേറെയും പ്രോബ്ലംസ് ധാരാളം നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പറ്റുന്ന ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിലേക്ക് പറ്റുവാണെങ്കിൽ പ്രോബ്ലംസ് കുറച്ച് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. Now, അടുത്ത പ്രോബ്ലം, എ കമ്പനി ഈസ്. അപ്പോൾ ഇത് നോക്കുക, ഇത് ഇവിടെ നമ്മൾ ഏത് പ്രോബിലിറ്റിയാണ് കണ്ടുപിടിച്ചത്? ഇവിടെ കണ്ടുപിടിച്ചത് തിയററ്റിക്കൽ പ്രോബിലിറ്റിയാണ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ പ്രോബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. Now, എ കമ്പനി ഈസ് കണ്ടക്ടിങ് എ സർവേ ഓഫ് റാൻഡംലി സെലക്ടഡ് ഇൻഡിവിജ്വൽസ് ടു ഇവാലുവേറ്റ് ദെയർ ഓവറോൾ ഇംപ്രഷൻ ഓഫ് പാസ്റ്റ് ഡിക്കേഡ്. കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇംപ്രഷൻ എന്താണ്? അതിനെക്കുറിച്ചുള്ള സർവേ ആണ് ഒരു കമ്പനി നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷം, 2010 മുതൽ 2020 വരെയുള്ള ഈ 10 വർഷത്തിൻ്റെ ഓവറോൾ ആ 10 വർഷത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ 10 വർഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ അഭിപ്രായം എന്താണ്? അതാണ് റാൻഡംലി സെലക്ടഡ് ഇൻഡിവിജ്വൽസ് ടു ഇവാലുവേറ്റ് ദെയർ ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ പാസ്റ്റ് ഡിക്കേഡ്. 1504 individuals took part in the survey. 1504 ഇൻഡിവിജ്വൽസ് സർവേ പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ വാസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ അങ്ങനെ പങ്കെടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ട് പറഞ്ഞു, കഴിഞ്ഞ 10 വർഷം പോസിറ്റീവായിരുന്നു, അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു എന്ന് പറഞ്ഞവർ 406 പേരാണ്. മോശമായിരുന്നു എന്ന് പറഞ്ഞവർ 752 പേരാണ്. 1504 752 പേര് മോശമാണെന്ന് പറഞ്ഞു. മോശമല്ല, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ 316 പേര്, അറിയില്ല എന്ന് പറഞ്ഞവർ 30 പേരാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പം നല്ലതാണെന്ന് പറഞ്ഞവർ 406 പേരാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നെക്സ്റ്റ് പേഴ്സൺ സർവേഡ് ഹാസ് എ പോസിറ്റീവ് ഓവറോൾ ഇംപ്രഷൻ? അപ്പോൾ അടുത്തൊരു പേഴ്സണെ സർവേ ചെയ്യുമ്പോൾ അയാൾ പോസിറ്റീവ് എന്ന് പറയാനുള്ള സാധ്യത എത്ര കണ്ടാണ്? നോക്കുക, പോസിറ്റീവ് എന്ന് പറയുന്നത് 406 പേരാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പേഴ്സൺ 1505 പേഴ്സൺ എടുക്കുമ്പോൾ അയാൾ കഴിഞ്ഞ 10 വർഷം പോസിറ്റീവാണ് എന്ന് പറയാനുള്ള സാധ്യത എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിവിടെ അതെ നോക്കുക, ആൻസർ എന്ന് പറഞ്ഞാൽ പി ഓഫ് പോസിറ്റീവ് ഇംപ്രഷൻസ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ഇ. ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഔട്ട്കംസ്, ഔട്ട്കംസ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞവർ 406 പേരാണ്. 406 ബൈ 1504, 406 ഡിവൈഡ് ബൈ
1504, that is 0.27 ആണ്. അപ്പോൾ അടുത്ത ഒരാൾ കഴിഞ്ഞ 10 വർഷം പോസിറ്റീവാണ്, നല്ലതായിരുന്നു എന്ന് പറയാനുള്ള സാധ്യത, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം പറഞ്ഞിട്ടുള്ള അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ഇ, പോസിറ്റീവ് എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ ദാറ്റ് ഈസ് 406 by 1504, ദാറ്റ് ഈസ് 0.27. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നെക്സ്റ്റ് പേഴ്സൺ സർവേഡ് ഹാസ് നെഗറ്റീവ് ഓവറോൾ ഇംപ്രഷൻ? നെക്സ്റ്റ് പേഴ്സൺ ഹാസ് നെഗറ്റീവ് ഓവറോൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 752 by 1504 ആയിരിക്കും വരിക. കാരണം അവിടുത്തെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് അവിടുത്തെ നെഗറ്റീവാണ്. അവിടുത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷനാണ്. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് നെഗറ്റീവ് ഇംപ്രഷൻസ്, എത്ര പേര് നെഗറ്റീവ് ഇംപ്രഷൻ പറഞ്ഞിട്ടുണ്ട്? 752 പേരാണ് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് ഇംപ്രഷൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അടുത്ത ഒരാൾ നെഗറ്റീവാണ് എന്ന് പറയാനുള്ള സാധ്യത എന്താണ്? 752 by 1504. അപ്പോൾ അതാണ് അതിൻ്റെ വിധം. അങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് തിയറിറ്റിക്കൽ പ്രോബബിലിറ്റിയാണ്, തിയറിറ്റിക്കൽ ഫ്രീക്വൻസിയാണ്. തിയറിറ്റിക്കൽ എംപിരിക്കൽ ഓൾമോസ്റ്റ് നമുക്ക് അങ്ങനെ ചിലപ്പോൾ വേർതിരിച്ച് പറയാൻ സാധിക്കില്ല, എങ്കിലും നമ്മൾ പോസിറ്റീവ് ഔട്ട്കംസ് അല്ലെങ്കിൽ എംപിരിക്കൽ എന്ന് തന്നെ പറയാം. എംപിരിക്കൽ ഫ്രീക്വൻസിയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നൗ അടുത്ത എക്സാമ്പിൾ നോക്കി. എ സാമ്പിൾ ഓഫ് 1000 എംപ്ലോയീസ് വെർ ടേക്കൺ ഇൻ എ കമ്പനി ആൻഡ് ദെയർ ഏജ് വാസ് റെക്കോർഡഡ് ആസ് ബിലോ. ഇതാണ് ആ സർവേയിൽ കിട്ടിയിട്ടുള്ളത്. ഒരു കമ്പനിയിൽ 1000 എംപ്ലോയീസിനെ സർവേ ചെയ്തപ്പോൾ അവരുടെ ഏജ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. 15 മുതൽ 24 വരെ വയസ്സുള്ളവർ 54 പേരാണ്, 25 മുതൽ 34 വരെ വയസ്സുള്ളവർ 366 പേരാണ്. അങ്ങനെ ഓരോന്നും. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് an employee chosen at random will be between 15 and 24. ഒരു എംപ്ലോയിയെ റാൻഡമായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ ഏജ് 15-ന്റെയും 24-ന്റെയും ഇടയിൽ വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ബേസിക് ആണ്. നമ്മുടെ എംപിരിക്കൽ ഇതാണ് വരിക, ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. പേ ഓഫ് എംപ്ലോയി ചോസൺ ഈസ് അറ്റ് ഏജ് 15 to 24 ഈസ് ഫ്രീക്വൻസി 15 to 24ൻ്റെ ഫ്രീക്വൻസി 54 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ദാറ്റ് ഇസ് 1000, ദാറ്റ് ഇസ് 54 by 1000, ദാറ്റ് ഇസ് 0.054. അപ്പോൾ ഒരു എംപ്ലോയിയെ ചൂസ് ചെയ്യുമ്പോൾ അയാൾ ഈ ഏജ് ഗ്യാപ്പിൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 0.054 ആണ്. ഒരു എംപ്ലോയിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ 25-ന്റെയും 34-ന്റെയും ഇടയിൽ പ്രായം വരാൻ, അല്ലെങ്കിൽ അയാളുടെ വയസ്സ് 25-ന്റെയും 34-ന്റെയും ഇടയിലാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 366 by 1000, 0.366 ആണ്. അങ്ങനെയാണ് അത്. അപ്പോൾ ഇത് എംപിരിക്കൽ ആയിട്ട് വേണമെങ്കിൽ, ഇത് രണ്ടും എംപിരിക്കൽ പ്രോബബിലിറ്റി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഫ്രീക്വൻസി വെച്ചിട്ട് പറയുന്നത്. ഇനി ചെറിയൊരു റിമാർക്ക് വെച്ചിട്ട് പറയാം. ഞാൻ 3 തരം എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫ്ലൂ ഇൻ ദിസ് മന്ത് ഈസ് 0.1. എനിക്ക് ഈ മാസം പനി വരാനുള്ള അല്ലെങ്കിൽ ജലദോഷം വരാനുള്ള സാധ്യത 0.1 ആണ്. ഞാൻ പറയുകയാണ്, എനിക്ക് ഈ മാസം ജലദോഷം വരാനുള്ള സാധ്യത 0.1 ആണ്. അല്ലെങ്കിൽ 1% എനിക്ക് ജലദോഷം വരാൻ അല്ലെങ്കിൽ 10% എനിക്ക് ഈ മാസം ജലദോഷം വരും. കാരണം മഴക്കാലം മാറി, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10% അല്ലെങ്കിൽ 0.1 പ്രോബബിലിറ്റിയാണ് എനിക്ക് ജലദോഷം വരും. ഇത് എങ്ങനത്തെ പ്രോബബിലിറ്റിയാണ്? ദിസ് ഈസ് സബ്ജക്റ്റീവ്. ഞാൻ ഏതാണ്ട് ഒരു കണക്ക് വെച്ച് പറയണം, വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നേച്ചർ ഒരു സബ്ജക്റ്റീവാണ്. ദാറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. നൗ probability that voter chosen at random is of age less than 36. ഒരു വോട്ടറെ ചൂസ് ചെയ്യുന്നു, അയാളുടെ വയസ്സ് 36-ൽ കുറവ് ആവാനുള്ള പ്രോബിലിറ്റി 0.3 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതൊരു പോപ്പുലേഷൻ ഡാറ്റയാണ്. അത് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എംപിരിക്കൽ പ്രോബിലിറ്റിയാണ് അവിടെ വരുന്നത്. ചെറിയ സബ്ജക്റ്റീവ് നമ്മൾ കണക്കാക്കണ്ട. എംപിരിക്കലും തിയററ്റിക്കൽ നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അടുത്ത് നോക്കൂ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗിഫ്റ്റ് ഫ്രം 1000 കവേർഡ് ബോക്സസ്. 1000 ബോക്സുകളാണ് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു ബോക്സിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് കിട്ടുക, ആ ബോക്സ് ഗിഫ്റ്റുള്ള ബോക്സ് തുറക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/1000 ആണ്. ഒരു ബോക്സിൽ മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ ഈവൻറ്റ് ഇ എന്ന് പറയുന്ന ഈവൻറ്റ് എന്താണ്? ഗെറ്റിംഗ് എ ബോക്സ് വിത്ത് ഗിഫ്റ്റ്, ഓപ്പണിംഗ് എ ബോക്സ് വിത്ത് ഗിഫ്റ്റ്. അതാണ്. അത് ഒരു ബോക്സ് ഇതുള്ളൂ. അപ്പോൾ 1/1000. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ദാറ്റ് ഇസ് 1000. എത്ര ബോക്സുകൾ ചൂസ് ചെയ്യാം? 1000 ബോക്സസ് ചൂസ് ചെയ്യാം. അതിൽ ഒന്നിൽ മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 1000 ആണ്. അപ്പോൾ 1/1000 ദാറ്റ് ഇസ് തിയററ്റിക്കൽ പ്രോബബിലിറ്റി. ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് എങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം, ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഒരു വീഡിയോയിലൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ നമുക്ക് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള കുറേ കുറച്ചൊക്കെ നിങ്ങൾ സെൽഫ് സ്റ്റഡി മെയിൻ ടോപ്പിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് മെയിൻ ടോപ്പിക്കുകളാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ എൻഹാൻസ് ചെയ്യണം, ടെക്സ്റ്റൊക്കെ വെച്ചിട്ട് എൻഹാൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് പ്രോബബിലിറ്റി എന്താണെന്നും
എന്തൊക്കെ തരം പ്രോബബിലിറ്റീസ് ഉണ്ട് എന്നുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നോട്ടിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ചുവട്ടിലുണ്ടാകും. അത് ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന് മുന്നത്തെ ടോപ്പിക്കിൻ്റെയും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 366 എന്നൊക്കെയാണ് എനിക്ക് എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. ഞാൻ ഈ 366 ആണ് ഇതിന് പകരം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ നോട്ടിലൊന്ന് നോക്കിയാൽ അറിയാം, വായിച്ച് നോക്കിയാൽ അറിയാം. ഡെഫിനേഷൻ നോട്ട് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുകളിലേക്ക് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഓക്കെ.